ഹലോ ഗൈസ്, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സീരീസാണ് ഐക്യുവിൻ്റെ നിയോ സീരീസ്. കാരണം ബഡ്ജറ്റ് കില്ലർ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സീരീസിൽ ഇനി അടുത്ത സീരീസ് വരാൻ പോകുന്നത് നിയോ 9 Pro ആയിരുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റുപോയ ഐക്യുവിൻ്റെ ഒരു ഫോണാണ്. അതിൻ്റെ 10 സീരീസ് വരുവാണ്. എല്ലാവരും കാത്തിരിക്കുന്ന നിയോ 10 ലോഞ്ച് ആവാൻ പോവാണ് മെയ് 26-ാം തീയതി. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക, എന്നാലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടേ വീഡിയോട്ട് നമുക്ക് കിടക്കാം. അങ്ങനെ ഐക്യുവിൻ്റെ നിയോ 10 ആണ് വരാൻ പോകുന്നത്. 10 ഓൾറെഡി ഇത് ചൈനയിൽ ഐക്യു നിയോ 10 ടർബോ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇന്ത്യയിൽ ഇത് ഐക്യു നിയോ 10 എന്നുള്ള രീതിയിലാണ് വരാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഡിസൈൻ നോക്കാം. ഡിസൈൻ വരുമ്പോൾ എന്ന് വെച്ചാൽ ഐക്യു നിയോ 10 വരുമ്പോൾ ഒരു നമ്മൾ ഓൾറെഡി കണ്ട് പഴകിയ ഒരു ഡിസൈനും കളറും തന്നെയാണ്. ഐക്യുവിൻ്റെ സെയിം ഐക്യുവിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സിൽ കൊടുക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ്. 2 ക്യാമറ ബാക്കിൽ വരുന്നുള്ളൂ. അല്ലാതെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ മൂന്നാമത്തെ ക്യാമറ ആയിട്ട് തോന്നുന്നത് ക്യാമറയല്ല, ഒരു ഇത് ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഫ്ലാഷ് ഉണ്ട്. പിന്നെ റിംഗ് ലൈറ്റ് ഉണ്ട്. റിംഗ് ലൈറ്റിൽ കളേഴ്സ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കളേഴ്സ് നമുക്ക് നോക്കാം. പിന്നെ മ്യൂസിക് ഇടുമ്പോൾ ബ്ലിങ്കിങ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് അത്യാവശ്യം ഡിസൈൻ കുഴപ്പമില്ല. ഫ്രണ്ടിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്ലിം ആയിട്ടുള്ള ഒരു കണ്ട് പഴകിയ ഡിസൈൻ തന്നെയാണെങ്കിലും ഐക്യുവിൻ്റെ ഐഡന്റിറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഐക്യു ഇവിടെ കൊടുത്തേക്കുന്നത്. ഫ്ലാഗ്ഷിപ്പിലുള്ള അതേ ഐഡന്റിറ്റി ഡിസൈൻ തന്നെ കളേഴ്സിൽ കുറച്ച് ഓറഞ്ച് കളേഴ്സ്, അങ്ങനെ 3-4 കളേഴ്സിൽ വരുന്നുണ്ട്. അടുത്ത് നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ വരുമ്പോൾ 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 1.5K റെസൊല്യൂഷൻ്റെ ഒരു HDR 10+ സർട്ടിഫിക്കേഷനുള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ്. ബസൽസ് ഒക്കെ അത്യാവശ്യം കുറവാണ്. നല്ല രീതിയിൽ ബസൽസ് കുറച്ചിട്ടുണ്ട്. 4 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്. നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ്സിൽ നമുക്ക് 2000 നിക്സിന് മണ്ടയ്ക്കോട്ട് പോകും. എന്ന് വെച്ചാൽ ഓൾറെഡി HDR കണ്ടന്റ് കാണുമ്പോൾ മാത്രം, അല്ലാത്തപ്പോൾ ആ ഒരു 1400 നിക്സിന് മണ്ടയ്ക്ക് എന്തായാലും കിട്ടും. റിയൽ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ബാറ്ററി നമുക്ക് നോക്കാം. ബാറ്ററി വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 7000 mAh ബാറ്ററിയാണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്ന ഒരു ഫോണാണ്. നമുക്ക് 2 ഡേ വരെ 2 ഡേ ആൻഡ് ഹാഫ് പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സലൻ്റ് ബാറ്ററി നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ഫോണിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി സിലിക്കൺ കാർബണിൻ്റെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. അതും ഗെയിമിംഗ് ഫോണിൽ നമുക്ക് നല്ലൊരു രീതിയിൽ ബാറ്ററി ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് എല്ലാം ചെയ്യുന്നവർക്കും ഒരു അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫാണ്. അത്യാവശ്യം നല്ല അതിൽ കൂടുതൽ കിട്ടും. 2.5 ഡേ നമുക്ക് എങ്ങനെയും പുഷ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ബാറ്ററി. വിത്ത് 120 വാൾട്ടിൻ്റെ ചാർജറുണ്ട്. അത് PD ചാർജറാണ്. നിങ്ങൾക്ക് ആ ചാർജർ യൂസ് ചെയ്തുകൊണ്ട് വിത്ത് ബോക്സിലുണ്ട്. ആ ചാർജർ യൂസ് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു PD ചാർജറിൻ്റെ ആവശ്യമില്ല. ഒരു ചാർജർ തന്നെ മതി. ലാപ്ടോപ്പിനായാലും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 8s Gen 3യുടെ സക്സസർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് 8s Gen 4. നമ്മൾ 8 താഴെ നിൽക്കുന്ന ഒരു പ്രോസസ്സറാണ് 8s Gen 3 പ്രോസസ്സർ. ഇതൊരു 4 നാനോമീറ്റർ പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഇപ്പോൾ റെഡ്മിയുടെ ഒരു ഫോണിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിലൊരു ഹീറ്റിംഗ് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പർ കൂളിംഗ് റെഡ്മി കൊടുക്കാത്തതുകൊണ്ടായിരുന്നു ആ ഒരു ഫോണിൽ, ചൈനയിൽ ഇറങ്ങിയ ഒരു ഫോണിൽ അത് വന്നത്. ഇവിടെ പ്രോപ്പർ കൂളിംഗ് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും. Antutu ബെഞ്ച്മാർക്ക് സ്കോറും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. 68% സ്റ്റെബിലിറ്റി ഒക്കെ ഇതിന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലിറ്റി സ്കോറും ഒക്കെ ഉള്ളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. 8s Gen 3യുടെ ഒക്കെ താഴെയായിട്ട് വരുന്നൊരു പ്രോസസ്സറായിട്ട് വരും. 8 Gen 3യുടെയും 2ൻ്റെ ഒക്കെ ഇടയ്ക്ക് വരും. അത്ര പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ല. ഈ പ്രാവശ്യം ഇച്ചിരി കുറവായിട്ട് ക്ലോക്ക് സ്പീഡ് കാണിക്കുന്നത്. 2 ലക്ഷം Antutu ബെഞ്ച്മാർക്ക് പറയുന്നുണ്ട്. അതൊരു പ്രാക്ടിക്കലി യൂസേജ് അല്ല, ഒരു കണക്കുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും ഹൈലി പെർഫോമൻസ് നമുക്ക് കിട്ടും. വിത്ത് Q1ൻ്റെ ചിപ്പ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിമിംഗ് ചിപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗെയിമിങ്ങും ബൂസ്റ്റിംഗ് ഒക്കെ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പ്രത്യേക ഒരു ചിപ്പ് Q1 കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുക്കുന്ന അതേ ചിപ്പ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. Q1 ചിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐക്യു കൊടുക്കുന്ന ഒരു കാര്യമാണ് LPDDR5X അൾട്രാ റാം കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഫാസ്റ്ററാണ് വരുന്നത്. UFS 4.1 ആണ് വരുന്നത്. എല്ലാം കൊണ്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നമുക്ക് കിട്ടും. കാരണം ഒരിക്കലും സ്ലോ ആകത്തില്ല. UFS 4.1 ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള. DDR5X അൾട്രാ റാം ആണ് വരുന്നത്. 5Xും അൾട്രയും തമ്മിലൊരു പൊട്ടിക്ക് വ്യത്യാസമുള്ളൂ, എന്നാലും അത് പെർഫോമൻസിൽ നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആണ്. ഐക്യു മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ അൾട്രാ റാം കൊടുക്കുന്നത്. ഐക്യു 13 കൊടുത്തു, പിന്നെ കൊടുക്കുന്നത് ഇവിടാണ് അൾട്രാ റാം കൊടുക്കുന്നത്. അത്യാവശ്യം സ്പെക്സ് വൈസ് ചെയ്ത് നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. നല്ല അതുക്കും മേലെ എന്ന് പറയാം. എല്ലാ ഗെയിമും ടോപ്പ് എൻഡ് ഗെയിംസ് നമുക്ക് ഇതിൽ കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് അത് ശരിക്കും നോർമൽ യൂസേജിൽ ഇതൊരു 120 ഹെർട്സ് നമുക്ക് കിട്ടത്തുള്ളൂ. ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ 144 ഹെർട്സിലോട്ട് പുഷ് ആവത്തുള്ളൂ. അല്ലാത്ത സമയങ്ങളിലെല്ലാം 120 ഹെർട്സിലോട്ട് വരത്തുള്ളൂ. പിന്നെ 7000 mm² വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ കൂളിംഗ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഐക്യുവിൻ്റെ ഫോൺസ് എല്ലാം ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഐക്യുവിൻ്റെ ഫോൺസിൽ ഇതുവരെ കണ്ടിട്ടില്ല. അത് അവർ പ്രോപ്പറായിട്ട് കൂളിംഗ് ചെയ്യുന്നുണ്ട്. കാരണം ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർ വേപ്പർ ചേമ്പർ നല്ല രീതിയിൽ കൊടുക്കും. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സർ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അത് പ്രോപ്പർലി ഇവർ കൂൾ ചെയ്ത് മാനേജ് ചെയ്യുമായിരിക്കും.
അതിന് ഇത്രയും നല്ലൊരു കൂളിംഗ് സിസ്റ്റം അവർ കൊടുത്തുണ്ട്. മറ്റേ റെഡ്മിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൽ പ്രോപ്പർ കൂളിംഗ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. പിന്നെ ബൈപ്പാസ് ചാർജിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, കുത്തിക്കൊണ്ട് കളിക്കാൻ നമുക്ക് ഡയറക്റ്റ് ടു കറണ്ടിലോട്ട്. പിന്നെ OS നമുക്ക് നോക്കാം. OS വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വിവോയുടെ ഫണ്ടസ്റ്റ് OS തന്നെയാണ് ഐക്യൂലും വരുന്നത്. അത്യാവശ്യം നല്ലൊരു OS ആണ്. സർക്കിൾ ടു സെർച്ച്, AI ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ജെമിനിയായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ നമുക്ക് സാംസങ്ങിലുള്ള എല്ലാ ജെമിനി ഫീച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അതിപ്പോൾ എല്ലാ ഫോണുകളിലും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, അത് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഒന്നുമില്ല. ജെമിനിയിൽ വരുന്ന കുറേ AI ഫീച്ചേഴ്സും പിന്നെ സർക്കിൾ ടു സെർച്ചും. പിന്നെ നമ്മൾ ക്യാമറയിലോട്ട് നോക്കാം. ക്യാമറ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 2 ക്യാമറ റിയലിൽ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ എന്ന് പറഞ്ഞൊരു 60 സെൽഫി ക്യാമറയാണ് വരുന്നത്. റിയൽ ക്യാമറയിൽ നമുക്ക് 4K 60 FPS എടുക്കാൻ സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഫുൾ HD ഉള്ളൂ. അതൊരു മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം അവരുടെ പല ലോ ബഡ്ജറ്റ് ഡിവൈസിൽ പോലും അവർ ഫ്രണ്ടിൽ പുഷ് ചെയ്യുന്നുണ്ട് 4K റെക്കോർഡിംഗ്. HD ഉള്ളൂ. ഇന്ത്യൻ വേരിയൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണാൻ സാധ്യത കുറവാണ്. കാരണം മിക്കവാറും ഇതേ സ്പെക്സ് തന്നെയാണ് ഇന്ത്യയിലും വരാൻ പോകുന്നത്, ഇതേ ഫോൺ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. റിയലിൽ നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാം. പിന്നെ 50 MB മെയിൻ സെൻസറിൽ നമുക്ക് 1.8 അപ്പാച്ചറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്യാമറയാണ്. ഇച്ചിരി ബൂസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് ഞാൻ ചൈനീസ് വേരിയൻറ്റിൽ കണ്ടതിൽ. ഇന്ത്യയിൽ വരുമ്പോഴും അത് തന്നെയായിരിക്കും. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല ക്യാമറ സ്പെക്സ്. ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. ഇവിടെ ക്യാമറയ്ക്ക് വലിയ പ്രയോറിറ്റി അവർ കൊടുക്കുന്നില്ല, എന്നാലും അത്യാവശ്യമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അത്യാവശ്യം ഈ ഫോൺ മെയ് 26 ലോഞ്ചിങ് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ 34,999. കഴിഞ്ഞ വർഷത്തെ അതേ പ്രൈസിങ് തന്നെ ആയിരിക്കും. മിക്കവാറും ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ, ക്യാമറ നോക്കാതെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ക്യാമറയിലുള്ള ഇച്ചിരി ഡൗൺഗ്രേഡ് ആയിപ്പോയത്. ബാറ്ററി ലൈഫ് ഈസ് എക്സലൻറ്റ്. എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ഒരു 35 രൂപയെ താഴെ വന്നു കഴിഞ്ഞാൽ ഇതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയാം. പക്ഷേ ക്യാമറയിലാണ് എനിക്കവിടെ ഫോക്കസിൽ. ഗെയിം കളിക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ്. പിന്നെ ഇത്രയൊക്കെയുള്ള പറയാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അടുത്ത കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.